അത് തെറ്റാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ രാജ്യത്തെ ജനങ്ങൾ ആ ജോലി ഏൽപ്പിച്ചിട്ടുള്ളത്. ശരി. ഈ ആന്റി നാഷണലിസ്റ്റ് എന്ന് പറയുന്ന പ്രയോഗം സുരേന്ദ്രൻ നടത്തിയില്ലേ, സത്യത്തിൽ അദ്ദേഹം വളരെ വൃത്തിയായി അത് പറഞ്ഞു. കാര്യം അത് ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. കാര്യം നിങ്ങളുടെ പൊസിഷൻ എന്താണെന്നുള്ളത് ഞാൻ ഒറ്റ കാര്യം മാത്രം സൂചിപ്പിക്കാം. രാജ്യത്ത് കുറേ നാളുകളായി ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടി പണിയെടുക്കുന്നവരാണ് കോൺഗ്രസും അല്ലെങ്കിൽ സെക്യുലർ പാർട്ടികളെല്ലാം എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വൃത്തിയായി വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം അതാ. പക്ഷേ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്ന നിങ്ങൾ നേരത്തെ തീവ്രവാദി എന്ന് വിളിച്ച ആൾക്കാരെ ഉമ്മ വെച്ചത് നിങ്ങളുടെ ആൾക്കാരാ. കഴിഞ്ഞ ദിവസം നമ്മളാരുമല്ല, അത് നമ്മൾ കണ്ടതാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്നപ്പോൾ എന്തൊരു പ്രിയം, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരുന്നവരെല്ലാം തീവ്രവാദികളാണെന്ന് പറഞ്ഞത് നിങ്ങളാ. ഇവിടെയുള്ള ഇസ്ലാമിസ്റ്റുകളെക്കാട്ടിലും എന്തായാലും ഭീകരമായ ഇസ്ലാമിസ്റ്റുകൾ അവിടെ. പക്ഷെ നിങ്ങൾക്ക് ഉമ്മ കൊടുക്കുന്നതിനും കെട്ടിപ്പിടിക്കുന്നതിനും നിങ്ങൾ ചെയ്യുമ്പോൾ ആന്റി നാഷണൽ അല്ല, സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് എന്നൊരു പ്രയോഗം നടത്തും. ഈ സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് ഒറ്റ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. രാഹുൽ ഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്, എനിക്കിത് പറയേണ്ട കാര്യമില്ല, എന്നാലും പറയാം. അത് മാധ്യമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിലെ നാഷണൽ ടെലിവിഷൻ മൊത്തം ഓൺ ചെയ്യുന്നത് രാഹുൽ ഗാന്ധി അറ്റാക്ക് ചെയ്യുന്ന ഈ പറയുന്ന കുത്തകളാ. രാഹുൽ ഗാന്ധി പറയുന്ന ഒരു വാർത്തയുടെ സത്തിൽ ഒരിക്കലും റിപ്പോർട്ട് ചെയ്യുന്നില്ല. CNN, IBN, ഈ പറയുന്ന ടൈംസ് നൗ, ഇവരൊക്കെ ഓൺ ചെയ്യുന്ന ഈ പറയുന്ന വിമർശിക്കുന്ന ആൾക്കാരാന്നേ. പണ്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രാക്ടീസ് ആയിരുന്നു. എന്താണ്? നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രതിപക്ഷ നേതാവ്, ഒരു രാഷ്ട്രീയക്കാരനോ പുറത്തൊരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിനെതിരെ അല്ലെങ്കിൽ സർക്കാരിനെതിരെ ഒരു കാര്യം പറയത്തില്ല. സത്യമാണത്. സുരേന്ദ്രൻ പറഞ്ഞതിനകത്ത് ഒരു ന്യായമുണ്ട്. പക്ഷെ കുഴപ്പം നമ്മുടെ നാട്ടിൽ വെച്ച് അത് പറയുമ്പം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുമായിരുന്നു. ഇപ്പോൾ 2014 ശേഷമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സർക്കാരിനെതിരെ, ഈ നമ്മുടെ നാട്ടിലെ ഒരു സർക്കാരിനെതിരെ വിമർശനമാക്കുമ്പോൾ അത് ആന്റി നാഷണൽ ആകാൻ ഒച്ചത്തിൽ വിളിച്ചു പറയുന്ന റിപ്പബ്ലിക്കിൽ അട്ടഹസിക്കുന്ന മാധ്യമപ്രവർത്തകരുള്ള ഒരു നാടാണിത്. അപ്പം പറയാൻ കിട്ടുന്ന സ്ഥലം എവിടെയാ? പുറത്താണ്. അതുകൊണ്ടാണ് പുറത്തു പോയി പറയുന്നത്. അല്ലാതെ എനിക്കൊരു സംശയമില്ല അക്കാര്യത്തിൽ. എവിടെയെങ്കിലും ഈ ശബ്ദം ഒന്ന് ഉയരണ്ടേ, ആരെയും ഒന്ന് കേൾക്കേണ്ട ആവശ്യമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഞങ്ങളിലേക്ക് വരാം. ശരി, ലാൽകുമാർ പൂർത്തിയായെങ്കിൽ ശ്രീ കെ സുരേന്ദ്രൻ അങ്ങേക്ക് മറുപടി നൽകാം. ഞാൻ അധികം മറുപടി ഒന്നും പറയുന്നില്ല. 223 വോട്ട് ഉള്ള ഒരു സ്ത്രീയെക്കുറിച്ച് ഇന്ന് രാഹുൽ ഗാന്ധി പരാമർശിക്കുകയുണ്ടായി. ഞാനിപ്പോൾ നോക്കി ആ മണ്ഡലത്തിൽ ആരാണ് ജയിച്ചതെന്ന്. 12,637 വോട്ടിന് ആ മണ്ഡലം ജയിച്ചത് കോൺഗ്രസ് പാർട്ടിയാണ്. അപ്പോൾ കോൺഗ്രസ്സുകാർ തന്നെ ഈ രാജ്യത്തെ ദുർബലപ്പെടുത്താൻ ഇത് ചെയ്തതാണോ എന്ന് സംശയിച്ചാൽ, ഇപ്പം മഹാദേവപുരയിൽ കോൺഗ്രസ് ആണ് ജയിച്ചത്, BJP അല്ല. മഹാരാഷ്ട്രയിലെ ഒരു മണ്ഡലം പറഞ്ഞു, അവിടെയും കോൺഗ്രസ് ആണ് ജയിച്ചത്. അപ്പോൾ ഇത് രാഹുൽ ഗാന്ധി ഡീപ് സ്റ്റേറ്റിന് വേണ്ടി, സോറോസിന് വേണ്ടി കാശും വാങ്ങി ഈ രാജ്യത്തെ ദുർബലപ്പെടുത്താൻ, ഇവിടുത്തെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നുള്ള ഗൗരവമായ ഒരു ചോദ്യം വരുന്നുണ്ട്. ലാൽ നേരത്തെ ചോദിച്ചതാണത്. രാഹുൽ ഗാന്ധി തന്നെ ആന്റി ഇന്ത്യൻ ആയിട്ടുള്ള രാഹുൽ ഗാന്ധി, ആ സോറോസിന്റെ ബന്ധുവായിട്ടുള്ള രാഹുൽ ഗാന്ധി, സോറോസ് ഈ ലോകത്ത് നടത്തുന്ന പ്രവൃത്തി എന്താണെന്ന് അറിയാത്തവരാരും ഈ രാജ്യത്തില്ല. ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഇനി ഡിഫമേഷൻ കേസ് 1000 വന്നാലും രാഹുൽ ഗാന്ധി ആന്റി നാഷണലാണ്, സോറോസിന്റെ അനുയായിയാണ്, ഈ രാജ്യത്തെ തകർക്കാൻ കച്ചകെട്ടി ഇറക്കിയിട്ടുള്ള ആളാണ്, ഈ രാജ്യത്തിനെതിരായിട്ട് വിധ്വംസക പ്രവർത്തനങ്ങൾ വിദേശ രാജ്യങ്ങളിലടക്കം പോയി ചെയ്യുന്നതാണ്. ഇന്ത്യയുടെ ഐക്യവും പരമാധികാരവും സമ്പദ് വ്യവസ്ഥയും തകർക്കാൻ, പുരോഗതിയും വികസനവും തകർക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തിന് 25 കൊല്ലം കൂടി പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. Debate with Smriti Parathikkad.